ഹലോ ഗൈസ്, അങ്ങനെ ഈ പയ്യന്മാര് മദ്യത്തിന്റെയും ദേഷ്യത്തിന്റെയും പുറത്ത് ഒരു വലിയ മരക്കഷ്ണം എടുത്ത് സച്ചിയുടെ തലയ്ക്കടിക്കുകയാണ്. റിസോർട്ടിലെ റൂമിൽ വെച്ച് രേവതിക്ക് ചായ ഇട്ടോണ്ടിരിക്കുന്ന സച്ചിയുടെ തലയ്ക്കാണിട്ടോ ഇവര് വലിയൊരു മരക്കഷ്ണം എടുത്ത് അടിക്കുന്നത്. തലക്കടി കിട്ടിയ സ്പോട്ടിൽ തന്നെ സച്ചിയുടെ തലയിൽ നിന്നും ചോര വരാൻ തുടങ്ങുന്നുണ്ട്. സച്ചിയുടെ ബോധം നഷ്ടപ്പെട്ട് സച്ചി അവിടെ വീഴാണ് കേട്ടോ. ഇത് കണ്ട പയ്യന്മാര് ആകെ പേടിക്കുന്നുണ്ട്. രേവതി ആണെങ്കിൽ ബാൽക്കണിയിലെ കാഴ്ചയൊക്കെ കണ്ടിട്ട് അകത്തോട്ട് വരാണ്. രേവതിയുടെ കാൽപാദത്തിന്റെ ശബ്ദം കേട്ടപ്പോ തന്നെ ഈ പയ്യന്മാര് അതൊക്കെ അവിടെ ഇട്ട് ഓടുകയാണ്. എന്നാൽ രേവതി മുറിക്കകത്തോട് വരുന്ന സമയത്ത് തന്നെ സച്ചി താഴെ വീണ് കിടക്കുന്നതാണ് കാണുന്നത്. സച്ചിയുടെ തലയിൽ നിന്ന് വീണ ചോരത്തുള്ളികൾ രേവതി കാണുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടപ്പോ തന്നെ രേവതി ആകെപ്പാടെ ഷോക്കായിട്ട് അലറി വിളിക്കാണ്. ഇതിന്റെ എല്ലാം ഇടയ്ക്ക് ചന്ദ്രോദയം കാണിക്കുന്നുണ്ട് കേട്ടോ. ചന്ദ്രമതിക്കാണെങ്കിൽ പണിയെടുത്ത് നടു ഒടിഞ്ഞു. ശ്രുതിയാണെങ്കിൽ ഒരു വക സഹായിക്കുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ചന്ദ്രമതി ശ്രുതിക്കിട്ടൊരു പണി കൊടുക്കാൻ തീരുമാനിക്കാണ്. ശ്രുതിയെ കൊണ്ട് അടുത്ത ദിവസത്തേക്കുള്ള പണികളൊക്കെ നേരത്തെ തന്നെ ചെയ്യിപ്പിക്കാണ് ചന്ദ്രമതി. അപ്പോൾ ഇനി വരുന്ന ഈ സങ്കടവും സന്തോഷവും ഇടകലർന്ന ഒരു കിടിലൻ എപ്പിസോഡാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു എപ്പിസോഡിന്റെ ആദ്യം തന്നെ കാണിക്കുന്നത് സച്ചിയെയും രേവതിയാണ്. സച്ചിയാണെങ്കിൽ ആ 4-5 പയ്യന്മാരോട് നല്ല രീതിയിൽ തന്നെ അടി ഉണ്ടാക്കി റിസോർട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്നാൽ ഈ റിസോർട്ടിൽ തന്നെയാണ് കേട്ടോ ആ പയ്യന്മാരും റൂം എടുത്തേക്കുന്നത്. ഇതൊന്നും സച്ചിക്കും രേവതിക്കും അറിയില്ല കേട്ടോ. എന്തായാലും തല്ലുണ്ടാക്കിയതിനു ശേഷം അവർ റിസോർട്ടിൽ എത്തുകയാണ്. രേവതിയും സച്ചിയും സ്വീകരിക്കാൻ വേണ്ടി അവിടുത്തെ 1-2 സ്റ്റാഫുകൾ നിൽക്കുന്നുണ്ട് കേട്ടോ. അവരിൽ 2 സ്റ്റാഫുകൾ വന്നിട്ട് ചെറിയൊരു പൂമാല 2 പേർക്ക് ഇട്ടു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, വെൽക്കം സർ. വെൽക്കം മാഡം. സച്ചേട്ടാ, രേവതി അവരോടൊരു താങ്ക്സ് പറ. താങ്ക്സ് മാഡം. എന്നാ പിന്നെ നമുക്ക് റൂമിലോട്ട് പോയാലോ? അതിനെന്താ, നമുക്ക് റൂമിലോട്ട് പോകാം അല്ലേ രേവതി? സച്ചേട്ടാ, ഇവിടെ വന്ന പാടെ തന്നെ നമ്മൾ റൂമിലോട്ടാണോ പോവേണ്ടത്? ഇവരൊക്കെ എന്ത് കരുതും? തെറ്റിദ്ധരിക്കില്ലേ? എന്ത് കരുതാൻ? എന്റെ രേവതി, നമ്മൾ ഇവിടെ റൂമാണ് ബുക്ക് ചെയ്തേക്കുന്നത്, അല്ലാതെ ഈ റിസോർട്ട് മൊത്തത്തിൽ ബുക്ക് ചെയ്തിട്ടൊന്നുമില്ല. അതെ, ഞങ്ങളുടെ റൂം ഏതാന്ന് വെച്ചാ ഒന്ന് കാണിച്ചെന്നേക്ക്. ശരി സർ. രേവതി വാ. അങ്ങനെ സച്ചി രേവതിയും കൂട്ടി റൂമിലോട്ട് ചെല്ലാണ്. സർ, ഇതാണ് സാറിന്റെ റൂം. ഓക്കെ, താങ്ക്സ്. സർ, കുടിക്കാനോ മറ്റോ എന്തെങ്കിലും വേണമെങ്കിൽ ഒന്ന് ഫോൺ ചെയ്താൽ മതി, ഞങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തിക്കാം. ശരി. അങ്ങനെ സ്റ്റാഫ് പുറത്തോട്ട് ഇറങ്ങി പോവാൻ കേട്ടോ. അപ്പൊ തന്നെ സച്ചി പോയിട്ട് ഡോർ അടിക്കുന്നുണ്ട്. സച്ചേട്ടാ, അവരങ്ങേ ഇറങ്ങിയതല്ലേ ഉള്ളൂ, അതിന് മുന്നെയാണ് ഡോർ അടിക്കുന്നത്. ഷെടാ, ഇവളെ കൊണ്ടാണല്ലോ ഞാൻ ടൂറിന് വന്നത്. ദേ സച്ചേട്ടാ, ഇതൊക്കെ കുറച്ച് മോശമാണ് കേട്ടോ. എന്ത് മോശം? എന്റെ രേവതി, എന്തൊക്കെയാ നീ പറയുന്നത്? നീ ഇതുവരെ ട്രിപ്പ് ഒന്നും വന്നിട്ടില്ലല്ലോ, അതുകൊണ്ടാണ് നിനക്ക് ഇങ്ങനെയൊക്കെ ഓരോന്ന് തോന്നുന്നത്. ഈ റിസോർട്ടിലുള്ള ആളുകൾ നമുക്കിപ്പോ ഒരു റൂം എന്നോ, ഇനി ആ റൂമായിരിക്കും നമ്മുടെ വീട്ടില് ഇവിടുത്തെ റൂം. ഇവിടെ നമുക്ക് ഈ റൂമിൽ നിന്ന് പുറത്തിറങ്ങിയ ഇഷ്ടംപോലെ സ്ഥലങ്ങൾ കാണാം, മൊത്തത്തിൽ എൻജോയ് ചെയ്യാം. ദേ രേവതി, നമുക്ക് വീട്ടിലെ റൂമില്ല, എന്നാലേ റിസോർട്ടിൽ നമുക്ക് നല്ല ഒന്നാന്തര റൂമാ തന്നിരിക്കുന്നത്. ദേ നോക്കി, ഈ റൂമിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുന്നത് തന്നെ നല്ലൊരു ബാൽക്കണിയിലോട്ടാ. ആ ബാൽക്കണിയിൽ നിന്ന് താഴോട്ട് നോക്കിയാലേ മൊത്തത്തിൽ കാപ്പിത്തോട്ടങ്ങളും തേയിലത്തോട്ടങ്ങളും കാണാം. അപ്പൊ രേവതി പറയുന്നുണ്ട്, ഇവിടുത്തെ ബാൽക്കണിയിൽ നിന്ന് നോക്കിയാ തേയിലത്തോട്ടം കാപ്പിത്തോട്ടം ഒക്കെ കാണാൻ പറ്റുമോ? പിന്നല്ലാതെ, അതൊക്കെ നോക്കിയല്ലേ നമ്മുടെ വർഷ നമുക്ക് റിസോർട്ട് ബുക്ക് ചെയ്തിരിക്കുന്നത്. റിസോർട്ടൊക്കെ കൊള്ളാം, പക്ഷെ സച്ചേട്ടാ, എന്തോ ഇങ്ങോട്ട് വന്നത് മുതൽ എന്റെ മനസ്സിനൊരു സുഖമില്ല. ചില സ്ഥലങ്ങൾ കണ്ട എന്റെ മനസ്സ് എന്നെ പറയും അതത്ര നല്ല സ്ഥലമല്ലെന്ന്. അതുപോലൊരു സ്ഥലമായിട്ടൊക്കെ എനിക്കിവിടെ തോന്നുന്നത്. രേവതി, നീ എന്തൊക്കെ ഈ പറയുന്നത്? എത്ര കാശ് കൊടുത്ത് ഈ റിസോർട്ട് ബുക്ക് ചെയ്തതെന്നറിയോ? ഇത് വർഷയുടെ വകയാ നമുക്ക് ബുക്ക് ചെയ്തേക്കുന്നത്. എന്നിട്ട് നീ അവളെ വിഷമിപ്പിക്കുന്ന രീതിയിൽ ഇങ്ങനെയൊക്കെ പറയാവോ? സച്ചേട്ടാ, നമ്മളതിന് വർഷയോട് അങ്ങനെയൊന്നും പറയുന്നില്ലല്ലോ. എനിക്കെന്തോ തോന്നിയ കാര്യം ഞാൻ പറഞ്ഞത്. അതിന്റെ കാരണം എന്താന്ന് എനിക്ക് മനസ്സിലായി. സച്ചേട്ടാ, ഞാൻ വേറൊന്നും കൊണ്ട് പറഞ്ഞതല്ല. ഇങ്ങോട്ട് വരുന്ന വഴിക്കല്ലേ നമ്മൾ ആ പയ്യന്മാരെ കണ്ടത്. അവന്മാരെന്തെങ്കിലും പറഞ്ഞ് അവന്മാരെ വഴിക്ക് പൊയ്ക്കോളായിരുന്നു. അതിനിടയ്ക്കല്ലേ സച്ചേട്ടൻ അവന്മാരെ കയറി തല്ലിയത്. അതിനൊന്നും ആവശ്യമില്ലായിരുന്നു. രേവതി, എന്നെ പറയുന്നത് ഞാൻ എത്രയും കേട്ടു നിൽക്കും, എത്രയും സഹിക്കും. പക്ഷെ എൻ്റെ കുടുംബത്തിക്കാരി എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ, അവന്റെ ശരീരത്തിൽ തല കാണില്ല. അപ്പോഴവൻ ഞാൻ ജീവനത്തുല്യം സ്നേഹിക്കുന്ന നിന്നെ കുറിച്ച് പറഞ്ഞത്. അപ്പൊ പിന്നെ ഞാൻ മിണ്ടാതിരിക്കണോ? സച്ചേട്ടൻ അറിഞ്ഞൂടെ, നമ്മുടെ സന്തോഷം തല്ലിക്കെടുത്താൻ വേണ്ടി ഇങ്ങനെ പല സംഭവങ്ങളും ഉണ്ടാവും. അതിലൊന്നും ചെന്ന് വീണേക്കരുതെന്ന് അച്ഛൻ ഇങ്ങോട്ട് പുറപ്പെടുമ്പോ തന്നെ പറഞ്ഞതല്ലേ. അതൊക്കെ പറഞ്ഞിട്ട് എന്താ രേവതി കാര്യം? ഇപ്പൊ ഇവിടെ അവൻ നിന്നെ പറ്റിയാ പറഞ്ഞത്. അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഈ സച്ചി വേണ്ടത് കൊടുത്ത് അവനെ പറഞ്ഞയച്ചിട്ടുണ്ട്. ഇനി നീ അതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കണ്ട. സച്ചേട്ടൻ എല്ലാം കളിതമാശയാ. ഞാൻ എന്ത് പറഞ്ഞാലും അതത്ര ഗൗരവത്തിൽ എടുക്കില്ല സച്ചേട്ടൻ. രേവതി, അതൊക്കെ ഞാൻ മുഖവിലേക്ക് എടുക്കാനിട്ടാണോ? നിന്നോട് എന്നെ കുറിച്ച് ആരെങ്കിലും മോശമായിട്ട് സംസാരിച്ചാ നീ കൈകീട്ടി നോക്കി നിൽക്കോ? പറ രേവതി, എന്നെയും വേറൊരു പെണ്ണിനെയും ചേർത്ത് മോശമായിട്ട് ഇല്ലാത്ത രീതിയിൽ സംസാരിച്ചാ നീ കൈകീട്ടി നോക്കി നിൽക്കോ? ഇടിച്ചവന്റെ കൂമ്പ് കേൾക്കും. പിന്നെ സച്ചേട്ടനെ കുറിച്ച് ആരെങ്കിലും പറയാൻ വരട്ടെ. ഇപ്പൊ കണ്ടല്ലോ, സംഭവം നടക്കാതെ തന്നെ രേവതിക്ക് ദേഷ്യം വന്നു. അപ്പൊ പിന്നെ നടന്ന എന്റെ കാര്യം ഒന്ന് ആലോചിച്ചു നോക്ക്. സച്ചേട്ടാ, ഞാൻ അപ്പോഴത്തെ ഒരു വിഷമത്തിൽ
അത് കുഴപ്പമൊന്നുമില്ല രേവതി, ഞാനത് എപ്പോഴേ വിട്ടു. നീയും ആ മാറ്റർ വിട്ടേക്ക്. നമുക്കേ ഇവിടെ എൻജോയ് ചെയ്യാനുള്ളതാ. ഇഷ്ടംപോലെ സ്ഥലങ്ങൾ കാണാനുണ്ട്. പിന്നെ സച്ചേട്ടാ, അപ്പം തന്നെ ഒരു കോളിംഗ് ബെല്ല് കേൾക്കാൻ കേട്ടോ. രേവതി, പുറത്താരോ വന്നിട്ടുണ്ട്. സച്ചേട്ടൻ ഇവിടെ തന്നെ ഇരുന്നു, ഞാൻ ഡോറ് തുറക്കാം. ഇതും പറഞ്ഞുകൊണ്ട് ഡോറ് തുറക്കുന്നിട്ട് പോയിട്ട് അപ്പോഴാണ് ഒരു വെയിറ്ററെ കാണുന്നത്. മാഡം, ഇത് റിസോർട്ടിന്റെ സ്പെഷ്യൽ വെൽക്കം ഡ്രിങ്കാ. ഓ, ഇതെന്താ സ്പെഷ്യൽ? ഇത് പറഞ്ഞുകൊടുക്കുന്ന സമയത്താണ് കേട്ടോ ഇവരുമായിട്ട് തല്ലുണ്ടാക്കിയ പയ്യന്മാര് ബാഗുമായിട്ട് ഒരു സൈഡിലൂടെ റൂമിലോട്ട് പോകുന്നത് കാണുന്നത്. എന്നാ ഇത് കണ്ടിട്ട് രേവതി ഒന്ന് ഞെട്ടി നിൽക്കാൻ കേട്ടോ. മാഡം, ഇത് വെൽക്കം ഡ്രിങ്ക് അല്ലേ? അതെ മാഡത്തിന് ഇതിന്റെ കൂടെ വേറെന്തെങ്കിലും വേണോ? എന്നാ രേവതി അവരെ തന്നെ ശ്രദ്ധിച്ചോണ്ട് നിൽക്കാൻ കേട്ടോ. മാഡം എന്ത് ചെയ്യും നോക്കുന്നത്? ഒന്നുമില്ല. മാഡത്തിന് ഇതിന്റെ കൂടെ വേറെന്തെങ്കിലും വേണോ? ഇപ്പോൾ തൽക്കാലം വേണ്ട, വേണമെങ്കിൽ ഞങ്ങൾ വിളിച്ചോളാം. ശരി മാഡം. ഇതും പറഞ്ഞുകൊണ്ട് ആ ജ്യൂസ് കൊണ്ട് തന്ന ആൾ അവിടുന്ന് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ കയ്യിലുള്ള വെൽക്കം ഡ്രിങ്കുമായിട്ട് സച്ചിയുടെ അടുത്തോട്ട് വരാണ് രേവതി ആണെങ്കിൽ അത് കയ്യിൽ വെച്ചുകൊണ്ട് എന്തോ ആലോചിച്ചുകൊണ്ട് നിൽക്കാൻ കേട്ടോ. ഇത് കണ്ട സച്ചി ചോദിക്കുന്നുണ്ട്, രേവതി, അല്ല ഇവളെന്താ വിളി കേൾക്കാത്തത്? രേവതി, എന്താ സച്ചിയേട്ടാ? അല്ല നിന്റെ കയ്യിലെന്താ? ഇത് ജ്യൂസോ? വെൽക്കം ഡ്രിങ്ക്. വെൽക്കം ഡ്രിങ്ക് അതിന് തന്നെ. വേണ്ട സച്ചേട്ടാ, നമുക്കിതൊന്നും വേണ്ട. ദേ ഇവിടെ ബോട്ടിൽ വെള്ളം ഇരിക്കുന്നുണ്ട്, നമുക്കിത് കുടിക്കാം. രേവതി, നീ എന്തൊക്കെയാ പറയുന്നത്? കാശ് കൊടുത്തിട്ട് ഇത്തരം സാധനങ്ങളൊക്കെ നമുക്ക് കൊണ്ടുതരുന്നത്, അതൊക്കെ ഒഴിവാക്കണോ? അത് പിന്നെ സച്ചേട്ടാ, ഇവരൊക്കെ എന്തൊക്കെ ചേർത്തിട്ട് ഇതൊന്നും ഉണ്ടാക്കുന്നതെന്ന് അറിയില്ലല്ലോ. അതിനിത് ജ്യൂസല്ലേ രേവതി? അത് പിന്നെ ജ്യൂസ് ആണെങ്കിലും ഇതിലൊക്കെ എന്തെങ്കിലും കലർത്തിയിട്ടുണ്ടാവും. പിന്നെ നമ്മളെ കൊല്ലാൻ വേണ്ടി വിഷം കലർത്തിയിട്ടുണ്ടായിരിക്കും. കറക്റ്റ്, സച്ചേട്ടൻ പറഞ്ഞത് ശരിയാ. ചിലപ്പോൾ അങ്ങനെ വല്ലതും കലർത്തിയിട്ടുണ്ടെങ്കിലോ? രേവതി, നിനക്കെന്താ കിളി പോയോ? ഇവിടെ എത്തിയപ്പോൾ മുതൽ ഞാൻ ശ്രദ്ധിക്കുക. നിനക്ക് എന്താ പറ്റിയത്? എനിക്കൊന്നും അറിഞ്ഞൂടെ സച്ചേട്ടാ, എനിക്കാകെ പേടിയാ. നമുക്കിവിടുന്ന് എങ്ങനെയെങ്കിലും വീട്ടിലോട്ട് പോവാം, ഇവിടെ നിൽക്കണ്ട. നീ എന്തൊക്കെയാ രേവതി പറയുന്നത്? 2 ദിവസത്തേക്കാ ഈ റിസോർട്ട് ബുക്ക് ചെയ്തേക്കുന്നത്. ഇതൊരു സാധാരണ റിസോർട്ടല്ല. നമുക്ക് വേണ്ടി ഒരുപാട് കാശ് ചെലവാക്കിയ വർഷയും ശ്രീകാന്ത് കൂടി ഇത് ബുക്ക് ചെയ്തേക്കുന്നത്. സച്ചേട്ടാ, എന്തോ എന്റെ മനസ്സ് ഇവിടെ നിൽക്കുന്നത് ശരിയല്ലെന്ന് പറയുന്നു. നമുക്ക് ഇന്ന് തന്നെ വീട്ടിലോട്ട് പോവാം. ദേ, നിന്റെ പ്രശ്നം ഇതാണ്. എവിടേക്കെങ്കിലും ഒന്ന് ടൂറ് കൊണ്ടുപോകാം, എവിടെയും കണ്ടിട്ടില്ലല്ലോ എന്ന് കരുതിയാ നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്. അപ്പോഴാണെങ്കിലോ നിന്റെ ഒടുക്കത്തെ പേടിയും. അച്ചമ്മയ്ക്ക് ഇതൊന്നും അറിയണ്ടല്ലോ, ഞാൻ പുറത്തൊന്നും കൊണ്ടുപോത്ത ഒരുത്തൻ. നിന്റെ ഉള്ളിൽ ഇങ്ങനെയൊക്കെ ആണെന്നുള്ളത് അച്ചമ്മയ്ക്ക് അറിയണ്ട. രേവതി, നമ്മൾ മനുഷ്യർക്ക് പുറത്തിറങ്ങി നടക്കണമെങ്കിലേ അല്പം ധൈര്യമൊക്കെ വേണം. രേവതി, നീ ഒന്ന് വാ, നമുക്കേ ഇവിടുന്ന് ബാൽക്കണിയിൽ നിന്ന് പുറത്തോട്ടുള്ള കാഴ്ച കാണാം. അതൊക്കെ കണ്ടു കഴിയുമ്പോഴേ നിന്റെ മനസ്സൊന്ന് റിലാക്സ് ചെയ്തോളും. നീ വന്നേ. ഇതും പറഞ്ഞുകൊണ്ട് രേവതിയും പിടിച്ചോണ്ട് ബാൽക്കണിയുടെ അകത്തോട്ട് കടക്കാൻ കേട്ടോ. രേവതി, ഇനി അങ്ങോട്ട് നോക്കണമെങ്കിൽ എന്റെ പെർമിഷൻ വേണം. ഇതും പറഞ്ഞുകൊണ്ട് രേവതിയുടെ കണ്ണ് പൊത്തുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആ ബാൽക്കണിയുടെ ഒരു സൈഡിലോട്ട് കൊണ്ടുപോകാൻ കേട്ടോ സച്ചി. എന്നിട്ട് പറയുന്നുണ്ട്, രേവതി, നിന്റെ കണ്ണിൽ നിന്ന് ഞാൻ ഇപ്പം കൈയെടുക്കും. ആ സമയത്ത് നീ കാണാൻ പോകുന്നത് ഒരു സ്വർഗം തന്നെയായിരിക്കും, നോക്കിക്കോ. ഇതും പറഞ്ഞുകൊണ്ട് രേവതിയുടെ കണ്ണിൽ നിന്ന് കൈയെടുക്കുമ്പോൾ ഒരു അടിപൊളി സ്ഥലമാണ് കേട്ടോ കാണുന്നത്. ഇത് കണ്ട പാടെ തന്നെ രേവതിക്ക് ഒരുപാട് സന്തോഷമാവാണ്. സച്ചേട്ടാ, ഇത് എന്താ ഭൂമിയിലെ സ്വർഗം പോലെ തോന്നുന്നുണ്ടോ? എന്ത് ഭംഗിയുള്ള സ്ഥലം സച്ചേട്ടാ. അതാ പറഞ്ഞത്, നീ ഇവിടെ പല സ്ഥലങ്ങളും കാണാനുണ്ടെന്ന്. ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്, അവിടെ പോവാം. അവിടെ പോയാലേ ഇതിനേക്കാളും ഭംഗിയായിട്ട് നിനക്ക് ഈ സ്ഥലം കാണാൻ പറ്റും. ഇനിയൊരിക്കലും നിനക്ക് ഈ റിസോർട്ട് വിട്ട് പോവാൻ തോന്നില്ല. സച്ചേട്ടാ, സത്യം പറയാലോ, ഈ റിസോർട്ടിന് ഇത്രയും ഭംഗിയുള്ളത് ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. അതാ പറഞ്ഞത്, ഇവിടെ കാണേണ്ട സ്ഥലങ്ങൾ ആദ്യം കാണണം. അങ്ങനെ അവർ രണ്ടുപേരും സന്തോഷിച്ച് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് കേട്ടോ ഈ പയ്യന്മാര് പൂളിലേക്ക് പോകുന്നത് കാണുന്നത്. രേവതിയാണ് ഇവർ ആദ്യം കാണുന്നത്. അപ്പൊ തന്നെ സച്ചയെ തിരിച്ചു നിർത്താൻ നോക്കുന്നുണ്ട് കേട്ടോ രേവതി, അവരെ കാണാതിരിക്കാൻ വേണ്ടിയിട്ട്. രേവതി, എന്നെ വീട്. എന്താ? അതല്ല സച്ചേട്ടാ, ദേ അങ്ങോട്ട് നോക്കി, അവിടെ 2 മലകൾ കാണുന്നില്ലേ? കാണുന്നുണ്ട്. ആ മലയൊക്കെ എവിടെയായിരിക്കും? അതിവിടെ തന്നെ. നീ എന്ത് ചോദ്യ രേവതി ചോദിക്കുന്നത്? ഇതും പറഞ്ഞുകൊണ്ട് സച്ചി പിന്നിലോട്ട് തന്നെ തിരിയുന്ന സമയത്ത് പൂളിന്റെ അരികിലായിട്ട് ഈ പയ്യന്മാരെ കാണുകയാണ്. കണ്ട പാടെ തന്നെ സച്ചിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ശിവന്മാരെന്താ ഇവിടെ? സച്ചേട്ടാ, അത് ഇപ്പം എനിക്ക് മനസ്സിലായി. നീ ഇവന്മാരെ കണ്ടതുകൊണ്ടാണ് എന്നോട് അങ്ങനെയൊക്കെ സംസാരിച്ചത്, ഇവിടെ നിന്ന് പോവാന്ന് പറഞ്ഞത് അല്ലേ? അത് പിന്നെ സച്ചേട്ടാ, വെറുതെ ഒരു പ്രശ്നം വേണ്ടെന്ന് കരുതിയിട്ടാ. രേവതി, നമ്മളായിട്ട് മനഃപൂർവ്വം ഒരു പ്രശ്നം ഉണ്ടാക്കാൻ അങ്ങോട്ട് കയറി ചെന്നതല്ല, അവന്മാരായിട്ട് ഇങ്ങോട്ട് കയറി വന്നതാ. അതുകൊണ്ടേ അവന്മാർക്ക് 2 എണ്ണം കൊടുത്തതിൽ തെറ്റില്ലെന്ന് എനിക്ക് പറയാനുള്ളത്. മൊട്ടേന്ന് വിരിയാത്ത പയ്യന്മാരാ എന്തൊക്കെ അവന്മാരുടെ നാവിന്ന് വന്നത്. ശരത്തിന്റെ അത്രയുള്ള അവന്മാരുടെയൊക്കെ പ്രായം. സച്ചേട്ടാ, അവന്മാർ എന്തെങ്കിലും ചെയ്തോട്ടെ,
നമുക്ക് ആ ഭാഗം മൈൻഡ് ചെയ്യാതിരിക്കാം. രേവതി അങ്ങനെ പറഞ്ഞ എങ്ങനെയാ ശരിയാവുക? സച്ചേട്ടൻ ഞാൻ പറഞ്ഞതൊന്ന് കേൾക്ക്. നല്ലൊരു ദിവസമായതുകൊണ്ട് ഞാൻ ചുമ്മാ അവന്മാരായിട്ട് പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നില്ല. ഇതെൻ്റെ വാക്കാ. അങ്ങനെയാണെങ്കിൽ 2 ദിവസം എൻജോയ് ചെയ്ത് ഇവിടുന്ന് പോവാം. കേട്ടല്ലോ? ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ ഒരുത്തൻ ബാൽക്കണിയിൽ നിന്ന് ഇവർ 2 പേരെയും കാണുന്നത്. കണ്ടപ്പോൾ തന്നെ ഇവന്മാർക്ക് മനസ്സിലായി. അപ്പം അതിൽ ഒരുത്തൻ പറയുന്നത് കേട്ടോ, ഡാ ആ രേവതിയും സച്ചിയും, എടാ ആ പേരുച്ചരിക്കില്ലേ, ആ വെള്ളം തട്ടും എൻ്റെ ശരീരം നീറുക. നമ്മൾ ഇത്രയും പേരുണ്ടായിട്ട് അവനെയൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ. എടാ അതല്ല പറഞ്ഞത്, ആ സച്ചിയും രേവതി അതാ ബാൽക്കണിയിൽ. എവിടെ? ഓഹോ അത് ശരി, ഇവര് റിസോർട്ട് എടുത്തേക്കുന്നത് നമ്മുടെ റിസോർട്ടിൽ തന്നെയാണല്ലേ. എടാ രോഹിത്തെ, നമ്മുടെ കയ്യിൽ നിന്ന് വഴുതി പോയിട്ടൊന്നും ഇല്ല ഇവൻ. ഇവൻ എന്നെ ഓരോ ഇടി ഇടിച്ചതിൻ്റെ നീറല് എൻ്റെ ചങ്കിലാണ് കിടക്കുന്നത്, അല്ലാതെ ദേഹത്തല്ല. വെറുതെ വിടരുത് അവനെ, നമുക്കൊരു പണി അവന് കൊടുക്കണം. അപ്പോൾ വേറൊരുത്തൻ പറയുന്നത് കേട്ടോ, എടാ രോഹിത്തെ അതൊന്നും വേണ്ട. അതെന്താടാ നീ അങ്ങനെ പറയുന്നത്? നിനക്കെന്താ പേടിയാണോ? പേടി എനിക്കൊരുത്തനും പേടിയില്ല. പിന്നെന്താ നീ വേണ്ടെന്ന് പറഞ്ഞത്? എടാ നമ്മളിപ്പോൾ ഒരുപാട് ദൂരത്താ, നമ്മളൊന്ന് വിളിച്ച ഓടിപ്പാഞ്ഞെത്താൻ ഇവിടെ വേറെ ആരുമില്ല, അത് ഓർത്തോളണം. എന്ന് കരുതി നമ്മളെ ഇഞ്ചിഞ്ചായി ചതിച്ചവനെ നമ്മൾ വെറുതെ വിടണമെന്നാണോ? എടാ ശരിക്കും പറഞ്ഞ നമ്മുടെ ഭാഗത്തല്ലേ തെറ്റ്. അയാളുടെ ഭാര്യയായിട്ട് അയാൾ എൻജോയ് ചെയ്യുന്നത് കണ്ടിട്ട് തെറ്റിദ്ധരിച്ച് നമ്മളല്ലേ തെറ്റുകാരി. എന്ന് കരുതി അയാൾക്ക് നമ്മളെ എന്തും ചെയ്യാന്നാണോ? എടാ അയാളുടെ ഭാര്യയെക്കുറിച്ച് നമ്മൾ സംസാരിച്ചത് അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ടാണ് നമ്മളെ തല്ലിയത്. ഇനി അതിൻ്റെ പേരിൽ ചുമ്മാ അയാളെ കിടന്ന് ചൊറിയാൻ വന്നാലേ ഇതൊന്നും ആയിരിക്കില്ല ഉണ്ടാവുക. പിന്നെ ഒറ്റയ്ക്ക് അങ്ങ് അനുഭവിച്ചോളണം. എടാ രാഹുലേ, നിനക്ക് പേടിയാണെന്ന് എനിക്കറിയാം, പക്ഷേ ഈ രോഹിത്തിന് അതില്ല. ശരിയാ, എനിക്ക് പേടിയാ. എനിക്ക് പേടിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ നീ അങ്ങനെ കൂട്ടിക്കോ. അയാൾ ഒറ്റ മതി നമ്മളെല്ലാവരും ഇഞ്ചിഞ്ചായി തകർക്കാൻ. അത് ഓർമ്മയിൽ ഉണ്ടായിക്കോട്ടെ. ഇവന് പ്രാന്താടാ. എടാ അവൻ പറയുന്നതിലും കാര്യമൊക്കെ ഉണ്ട് കേട്ടോ. എന്ത് കാര്യം? നീയും അവനെ കൂട്ടുപിടിക്കുകയാണോ? എടാ ഞാൻ കൂട്ടുപിടിച്ചതല്ല, അയാൾ ഒറ്റൊരുത്തനാണല്ലോ നമ്മളെ തറയിലടിച്ച് താഴ്ത്തിയിട്ടത്. അപ്പോൾ ഒന്ന് നമ്മൾ സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. ഡാ ഇവൻ നിന്നെ പേടിപ്പിച്ചെന്ന് കരുതി നീ എന്തിനാടാ പേടിക്കുന്നത്? നിന്റെ കൂടെ ഞാനില്ലേ. എടാ ആരൊക്കെ ഉണ്ടായാലും നമ്മളൊക്കെ ഉണ്ടായിട്ടാണല്ലോ നമ്മൾ അവൻ തല്ലിയത്. ഒരു സച്ചി എന്തായാലും ഇവിടുന്ന് കൊടുത്തില്ലെങ്കിലും ഇവിടുന്ന് പുറത്തോട്ട് അവൻ ഇറങ്ങുമല്ലോ, അപ്പം ഞാൻ അവനെ വെച്ചിട്ടുണ്ട് എന്ന് രോഹിത് പറയുന്നുണ്ട് കേട്ടോ. വാടാ കഴിഞ്ഞില്ലേ, നമുക്ക് റൂമിലോട്ട് പോവാം. അവിടെ പോയിട്ട് ഒന്ന് ചില്ലാവാം, അപ്പോൾ ശരീരത്തിൽ വേദനയൊക്കെ മാറിക്കോളും. ശരി. ഇതും പറഞ്ഞ് അവർ 4-5 പേര് റൂമിലോട്ട് പോവാണ്. അങ്ങനെ റൂമിലെത്തിയത് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരുത്തൻ പറയുന്നുണ്ട്, ഡാ ഈ ഫുള്ളങ്ങ് പൊട്ടിച്ചാലോ, നമുക്കൊന്ന് മൊത്തത്തിൽ ചില്ലാവാനേ. അങ്ങനെ എല്ലാവരും കൂടി ഇരുന്നിട്ട് ഒന്ന് ചില്ലാവാൻ വേണ്ടി ഇരിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് ചന്ദ്രോദയം വീടാണ്. അയ്യോ എന്തൊരു നടുവേദനയാ, എന്തൊക്കെ ജോലിയാണ് ഈ വീട്ടിലുള്ളത്. ഇതൊക്കെ ഞാൻ തന്നെയല്ലേ മുമ്പ് ഈ വീട്ടിൽ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം എന്താ എന്നെക്കൊണ്ട് ഇതൊന്നും ചെയ്യാൻ പറ്റാത്തത്? അപ്പോഴാണ് രവി അങ്ങോട്ട് വരുന്നത്. ചന്ദ്രേ എനിക്കൊരു ചായ ഇട്ടേ, നല്ല കടുപ്പത്തിലായിക്കോട്ടെ. ചായയോ? രവിയേട്ടാ ഈ വീട്ടിലെ ഓരോ ജോലികളും ചെയ്ത് എൻ്റെ നടു ഒടിഞ്ഞു. ആ രേവതിയോട് എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് എത്താൻ പറ. അത് ശരി, അവർ 1-2 ദിവസം എൻജോയ് ചെയ്യാനല്ലേ പോയത്. അപ്പം പിന്നെ പോയ അന്ന് തന്നെ വിളിച്ച് ഇങ്ങോട്ട് വരാൻ പറയാൻ പറ്റുമോ? ഇന്ന് രാവിലെ അല്ലേ അവർ പോയത്. രാവിലെ പോകുമ്പോൾ രേവതിക്ക് ഇവിടുത്തെ പണിയും കൂടി കഴിച്ചു വെച്ചിട്ട് പോവായിരുന്നില്ലേ? അത് പറഞ്ഞപ്പോഴാ മോള് നേരത്തെ കാലത്ത് എഴുന്നേറ്റ് ജോലിയൊക്കെ ചെയ്യാൻ പോയതാ. ഞാൻ ആ മോളോട് പറഞ്ഞത് ഇന്നത്തെ ജോലി ചന്ദ്രയും ശ്രുതിയും കൂടി ചെയ്തോളൂ എന്ന്. രവിയേട്ടൻ അങ്ങനെ പറഞ്ഞോ? ഞാൻ പറഞ്ഞു. അതുകൊണ്ടാണ് മോൾ ഒന്നും ചെയ്തു വെക്കാതെ പോയത്. രവിയേട്ടൻ എന്ത് പണിയാ ചെയ്തത്? വെറുതെ അല്ലേ എനിക്ക് ഇത്രയും തോനെ പണി. എന്തായാലും എനിക്കിപ്പോൾ ഒരു ചായ ഇട്ടണം. നിനക്ക് ചായ ഇട്ടുതരാൻ പറ്റുമോ? രവിയേട്ടാ ഇത്രയും ജോലിയൊക്കെ എടുത്ത് നടുവൊന്ന് നിവർത്തിയിരിക്കാൻ വന്നതാ ഞാൻ. എൻ്റെ സീരിയൽ പോലും ഞാൻ കണ്ടു തീർത്തിട്ടില്ല. അപ്പോഴാ രവിയേട്ടൻ്റെ ഒരു ചായ. നിനക്കിപ്പോൾ ചായ ഇട്ടാൻ പറ്റില്ല, അത്രയല്ലേ ഉള്ളൂ, ഞാൻ തന്നെ ഇട്ട് കുടിച്ചോളാം. ഇതും പറഞ്ഞോണ്ട് രവി അവിടുന്ന് പോകുമ്പോൾ അത് സങ്കടത്തോടെ നോക്കി നിൽക്കാനിട്ടോ ചന്ദ്ര. രേവതി ഉണ്ടെങ്കിൽ സമയത്തിന് അദ്ദേഹത്തിന് ചായ ഇട്ട് കൊടുക്കുമായിരുന്നു. എന്നെക്കൊണ്ട് ഇപ്പം അതിന് പറ്റുന്നില്ലല്ലോ. എന്തൊരു വേദനയാ ശരീരം മുഴുവൻ. അവളാണെങ്കിൽ രാവിലെ തന്നെ ജോലിയെന്ന് പറഞ്ഞ് സുധിയുടെ കൂടെ ഇറങ്ങി തിരിച്ചു. ഇനി എന്തായാലും അത് നടക്കില്ല. അവൾ എന്നെ സഹായിച്ചില്ലെങ്കിൽ ഈ വീട്ടിലെ ജോലി ഒന്നും ചെയ്ത് കഴിയാൻ പറ്റില്ല. അങ്ങനെ ചന്ദ്ര നേരെ അടുക്കളയിലോട്ട് കയറിച്ചില്ലാണ്. രവിയേട്ടൻ ഇങ്ങനെ നിൽക്ക്, ഞാൻ ചായ ഇട്ടുതരാം. വേണ്ട, ഇതെനിക്കിടാവുന്നതേ ഉള്ളൂ. വേണ്ടെന്ന് പറഞ്ഞില്ലേ, ഞാൻ ഇട്ടുതരാം. ഇതും പറഞ്ഞുകൊണ്ട് ചന്ദ്ര രവിയെ മാറ്റി നിർത്തിയിട്ട് ചായ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് ഡൈനിങ് ടേബിള് ഭക്ഷണം കഴിക്കാൻ വേണ്ടി എല്ലാവരും വന്നിരിക്കുന്നതാണ്. അതായത് രവിയും ചന്ദ്രയും അങ്ങോട്ട് വരുന്നുണ്ട്, അതുപോലെ തന്നെ സുധിയും ശ്രുതിയും വരുന്നുണ്ട്. അമ്മേ ഇന്ന് എന്താ അമ്മയുടെ സ്പെഷ്യല്? സ്പെഷ്യലൊന്നുമില്ല,
എന്നെ കൊണ്ട് കഴിയാവുന്നത് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാലും നോക്കട്ടെ, അമ്മയുടെ രുചി കുറെ നാളായി അറിഞ്ഞിട്ട്. കേട്ടോ ശ്രുതി, അമ്മയ്ക്ക് എന്ത് കൈപ്പുണ്യാണെന്നറിയോ? ശ്രുതിക്കറിയോ, ആദ്യമായിട്ടാ ആന്റിയുടെ കൈപ്പുണ്യം തിരിച്ചറിയാൻ പോകുന്നത്. ആ, എൻ്റെ അമ്മയുടെ കൈപ്പുണ്യം തിരിച്ചറിഞ്ഞാലേ അത് നിന്റെ നാവിൻ്റെ തുമ്മുന്ന ആ രുചി പോകത്തില്ല. അപ്പൊ രവി ചിരിക്കുന്നു കേട്ടോ. ഇത്രയൊക്കെ പൊക്കി കൊടുക്കണോടാ. അതെന്താ അച്ഛൻ അങ്ങനെ പറഞ്ഞത്? അച്ഛൻ അമ്മയുടെ ഫുഡ് ഇഷ്ടമല്ലേ? ആ, എനിക്കിഷ്ടമാ. ഞാനങ്ങനെ ഇഷ്ടമല്ലെന്നൊന്നും പറഞ്ഞില്ലല്ലോ. രവിയേട്ടനല്ലെങ്കിലും അങ്ങനെയൊന്നും പറയത്തില്ല. രവിയേട്ടൻ അറിയോ, എൻ്റെ മോന് ഞാൻ ഉണ്ടാക്കുന്നത് എന്തായാലും ഇഷ്ടമാണ്. മനസ്സുതി, പ്ലേറ്റ് എടുക്ക്. പ്ലേറ്റ് എപ്പോഴേ വെച്ച് അമ്മ വിളമ്പ്. അങ്ങനെ ചന്ദ്ര രവിക്കും ശ്രുതിക്കും ചോറിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അമ്മേ, എന്താ നോക്കിയിരിക്കുന്നത്? ശ്രുതിക്കൂടി കുറച്ച് വിളമ്പ്. അങ്ങനെ മനസ്സോടെ ശ്രുതിക്കും കൂടി ചന്ദ്രമതി വിളമ്പുന്നുണ്ട്. അമ്മേ, കറി ഇങ്ങ് ഒഴുക്കി. ഷേ ഡാ, ഇങ്ങനെ ധൃതി വെക്കാതെ ഒഴിക്കാം. അങ്ങനെ ചന്ദ്ര കറി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അമ്മേ, ഇതെന്ത് കറിയാ? എനിക്ക് മനസ്സിലായി, അമ്മ രസം തന്നെ ആദ്യം വിളമ്പിയതാണല്ലേ. ഷേ, എനിക്ക് രസം ആദ്യം കഴിക്കുന്നത് ഇഷ്ടമല്ല. രസേ എനിക്ക് കയ്യിൽ ഇങ്ങനെ കുടിക്കുന്നതാ ഇഷ്ടം. എടാ, ഇത് രസമൊന്നുമല്ല, ഇത് സാമ്പാറാ. സാമ്പാറോ? ഇതോ? എന്താ സാമ്പാർ കണ്ടിട്ട് നിനക്ക് മനസ്സിലായില്ലേ? നിന്റെ അമ്മ അന്നും ഇന്നും ഉണ്ടാക്കുന്നത് ഒരേ സാമ്പാർ തന്നെയാ. ഇത് കണ്ട് രവിക്ക് ചിരി വരുന്നുണ്ട് കേട്ടോ. എടാ, ഇത് നിന്റെ അമ്മയുടെ സാമ്പാർ തന്നെയാടാ. ഇത് അമ്മയുടെ സാമ്പാർ അല്ല അച്ഛാ. ഇത് കണ്ടിട്ട് രസം പോലെ ഉണ്ട്, വെള്ളത്തിൽ എന്തൊക്കെയോ മുറിച്ചിട്ട പോലെ. അതെ ആൻറ്റി, ഇത് കണ്ടിട്ട് രസം പോലെ ഉണ്ട്, എന്തോ ഒരു പുളിവെള്ളം. ദേ, രാവിലെ എഴുന്നേറ്റ് കഷ്ടപ്പെട്ട് വെച്ചുണ്ടാക്കിയതാ, അല്ലാതെ നീ വലുത് എന്നെ അടുക്കള കയറി സഹായിച്ചോ? അവള് പുളിവെള്ളാണത്രേ. മര്യാദയ്ക്ക് അത് കഴിച്ചോ? അയ്യേ ആൻറ്റി, എന്നെ കൊണ്ട് ഇത് കഴിക്കാൻ പറ്റില്ല. ആൻറ്റി വേറൊന്നും ഉണ്ടാക്കിയില്ലേ? ഓ, അവള് പറയുന്നത് കേട്ടാ തോന്നും അവള് രാവിലെ തന്നെ അടുക്കളയിൽ കയറി എന്നെ വല്ലതും സഹായിച്ചെന്ന്. ചന്ദ്രേ, നീ വെറുതെ വഴക്കുണ്ടാക്കാതെ. തൽക്കാലം ഇപ്പം ഉള്ള സാമ്പാറും കൂട്ടി ഭക്ഷണം കഴിക്കുമോളെ. അങ്കിളെ, ഇതെങ്ങനെ കഴിക്കാനാ? അച്ഛാ, ഈ രസം കൂട്ടി എങ്ങനെ ചോറ് കഴിക്കാനാ? ശ്രുതി, നീ ഒരു കാര്യം ചെയ്യ്, തൽക്കാലം പുറത്തു നിന്ന് എന്തെങ്കിലും ഓർഡർ ചെയ്യും. ആ രേവതി ഇവിടെ ഇല്ലല്ലോ, അപ്പൊ പിന്നെ ഇനിയിപ്പോൾ നല്ല ഭക്ഷണം ഒന്നും ഉണ്ടാക്കി തരാൻ ആർക്കും പറ്റില്ല. എന്ത്, പുറത്തുനിന്ന് ഓർഡർ ചെയ്യാനോ? ഏയ്, അതൊന്നും ഞാൻ സമ്മതിക്കത്തില്ല. അതിനെക്കാട്ടും നല്ലതേ നിന്റെ ഭാര്യ എന്തെങ്കിലും ഉണ്ടാക്കട്ടെ. ശ്രുതിയോ? അമ്മ, ശ്രുതിയൊക്കെ വെച്ചുണ്ടാക്കുമ്പോഴത്തേന് സമയം ഒരുപാടാവും. എനിക്കാണെങ്കിൽ നല്ല വിശപ്പുണ്ട്. ഷോറൂമിൽ നിന്ന് വിശന്നിട്ട് ഇങ്ങോട്ട് കയറി വന്നത്. ദേ, ഇപ്പം എന്തായാലും ഫുഡ് പുറത്തുനിന്ന് ഓർഡർ ചെയ്യാൻ പറ്റില്ല. ഇവളെന്തെങ്കിലും ഉണ്ടാക്കി തരട്ടെ, എന്നിട്ട് കഴിക്കാം. അമ്മ, എന്തിനാ വെറുതെ രുചിയില്ലാത്ത ഭക്ഷണമൊക്കെ കഴിക്കുന്നത്? നമുക്ക് രുചിയുള്ള ഭക്ഷണം ഹോട്ടലിൽ നിന്ന് ഓർഡർ ചെയ്യാലോ. എന്താടാ, അതിനർത്ഥം നിന്റെ ഭാര്യ ഉണ്ടാക്കുന്നതൊന്നും രുചിയില്ലെന്നാണോ? അയ്യോ ശ്രുതി, ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. എനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ ഉണ്ടാക്കി തരുന്നൊന്നും രുചിയില്ലേ? അയ്യോ, ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. ശ്രുതിക്കാണെങ്കിൽ കാര്യമായിട്ട് വെച്ച് വിളമ്പാനൊന്നും അറിയില്ലല്ലോ. നീ പണക്കാരിയല്ലേ? മലേഷ്യയിലല്ലേ ജനിച്ചു വീണതൊക്കെ. അപ്പം പിന്നെ അടുക്കളയിൽ കയറി പരിചയമില്ലാത്തവർ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ചെറിയ തെറ്റുകളൊക്കെ സംഭവിക്കും. അതൊക്കെ പോട്ടെ, നമുക്കേ ഇപ്പോഴത്തേക്ക് എന്തായാലും ഭക്ഷണം ഓർഡർ ചെയ്യാം. അപ്പം രവി പറയുന്നുണ്ട്, എനിക്കേ നിങ്ങൾ ഒരു ഭക്ഷണം ഓർഡർ ചെയ്യണ്ട. എൻ്റെ ഭാര്യ ഉണ്ടാക്കിയ ചോറും ഈ രസം എന്ന പേരിൽ അറിയപ്പെടുന്ന സാമ്പാറും ഞാൻ തന്നെ കഴിച്ചു തീർത്തോളാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓർഡർ ചെയ്തോ. എന്നാൽ പിന്നെ നമുക്ക് 3 പേർക്ക് ഓർഡർ ചെയ്യാം. ശ്രുതി, ഇവിടെ അടുത്ത് നല്ല മീൽസ് കിട്ടുന്ന ഷോപ്പില്ലേ, അവിടെ നിന്ന് ഓർഡർ ചെയ്തോ. അങ്ങനെ അവർ ഓർഡർ ചെയ്യാൻ വേണ്ടി അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് ചന്ദ്ര പറയുന്നുണ്ട്, രവിയേട്ടാ, നിങ്ങൾക്ക് കൂടി ഓർഡർ ചെയ്യായിരുന്നില്ലേ? ഇതെങ്ങനെയാണ് നിങ്ങൾ കഴിക്കുന്നത്? ചന്ദ്രേ, അല്പം മസാലയുടെ കുറവുള്ളൂ എന്ന് കരുതി ഇത് ആഹാരം അല്ലാതിരിക്കില്ലല്ലോ. കഴിക്കാൻ പറ്റുന്ന ആഹാരം ഈ രവി കഴിക്കും. പട്ടിണി കിടന്ന് അധ്വാനിച്ച് പരിചയമുള്ളവനാ ഞാൻ. അതുകൊണ്ട് എനിക്ക് ചോറും ഒരല്പം ഉപ്പ് കിട്ടിയാലും ഭക്ഷണം ഇറങ്ങും. അങ്ങനെ എത്രയോ നാൾ നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ട് ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതാ. 50 ലക്ഷം. എൻ്റെ മക്കൾക്ക് 3 പേർക്കും കൂടി ഞാൻ ഉണ്ടാക്കിയ സമ്പാദ്യം. അത് ഇവൻ എന്തൊക്കെയോ ചെയ്ത് കളഞ്ഞു കുടിച്ച്. ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നീ കഴിക്ക് ചന്ദ്രേ. ചന്ദ്രയാണെങ്കിൽ വിഷമത്തോടെ രവിയെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. അങ്ങനെ അവർ 2 പേരും കൂടി ഫുഡ് കഴിക്കാൻ കേട്ടോ. ഓക്കെ, അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് ശ്രുതിയും കൂടി ഫുഡൊക്കെ കഴിച്ച് പുറത്തോട്ട് ഇറങ്ങാൻ വേണ്ടി നിൽക്കുന്നതാണ്. അമ്മേ, ആൻറ്റി. എന്താ ശ്രുതി? അമ്മേ, ഞാനും ശ്രുതിയും എന്നാ ഷോറൂമിലോട്ട് ഇറങ്ങാം കേട്ടോ. രാത്രിക്കത്തെ ഫുഡ് ഉച്ചക്കലത്തെ പോലെ ആക്കരുത്, എന്തെങ്കിലും വെറൈറ്റി ഉണ്ടാവണം കേട്ടോ അമ്മേ. ആൻറ്റി, അത് ഞാനും കൂടെ പറയാൻ വരുമായിരുന്നു. അത് നീ പറയാൻ വരണ്ട. നീ എന്തായാലും ഇന്ന് ഷോറൂമിൽ പോണ്ട, അത് ഞാൻ തീരുമാനിച്ചു. ആൻറ്റി, അത് പിന്നെ എനിക്ക് ഷോറൂമിൽ പോയേ പറ്റൂ. ഇന്ന് 1-2 ക്ലയൻസ് വരുന്നുണ്ട്. പിന്നെ അവിടെ ഹാൻഡിൽ ചെയ്യാൻ ശ്രുതിയും കൂടി ഉണ്ടാവണം. നമ്മൾ 2 പേരുണ്ടെങ്കിൽ അവിടുത്തെ ജോലി നടക്കൂ.
ഇന്നത്തെ ഒരു ദിവസത്തേക്ക് നീ പോണ്ടെന്നേ. അത് തൽക്കാലം ശ്രുതി ആരെങ്കിലും വെച്ചൊക്കെ ഹാൻഡിൽ ചെയ്തോളും അല്ലേ ശ്രുതി? അത് പിന്നെ ശ്രുതി എന്താടാ, അവിടെ വേറെ ആരും ഹാൻഡിൽ ചെയ്യാൻ ഉണ്ടാവില്ലേ? ആ ആ ആ അവിടെ വേറെ ആൾക്കാരുണ്ടാമേ. എന്നാ പിന്നെ അവരെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യ്. ഇവളിന്നിവിടെ നിൽക്കട്ടെ. ആൻറ്റി അത് പറഞ്ഞാൽ പറ്റില്ല. ഒന്നാമത് എന്നെ മേക്കപ്പ് ചെയ്യാൻ ഒരു വലിയ കസ്റ്റമർ കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ബ്യൂട്ടി പാർലർ ജോലിന്ന് ഇപ്പം കാര്യമായിട്ടൊന്നും കിട്ടുന്നൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് ഒരു കസ്റ്റമർ പോണെങ്കിൽ പോട്ടെ. എന്തായാലും രേവതി വരുന്നത് വരെ എന്നെ സഹായിക്കാൻ നീയും കൂടി ഉണ്ടാവണം. അത് പിന്നെ ആൻറ്റി ദേ എനിക്ക് നല്ല നടുവേദനയുണ്ട്. ഇന്ന് ഡിന്നറിന് എന്താന്ന് വെച്ചാൽ നീ തന്നെ അങ്ങ് ഉണ്ടാക്കിക്കോ. ആൻറ്റി ഒന്നും പറയണ്ട, ഉണ്ടാക്കിക്കൊള്ളണം. ഇതും പറഞ്ഞുകൊണ്ട് ചന്ദ്ര ആണെങ്കിൽ ടി വിയുടെ മുന്നിൽ പോയിട്ടിരിക്കാൻ കേട്ടോ. അവളെ എന്നെ കഷ്ടപ്പെടുത്തി ആ ഷോറൂമിൽ പോയിരിക്കുക. എന്തായാലും അവൾ എൻ്റെ കഷ്ടപ്പാടൊന്നും അറിയട്ടെ. ആ രേവതി രാവിലെ മുതൽ രാത്രി വരെ എന്തെല്ലാം ജോലി ഇവിടെ ചെയ്യുന്നത്. ഇതൊക്കെ അനുഭവിച്ചാലേ അറിയൂ. ഒരു നേരത്തെ ജോലി എടുത്തപ്പോഴത്തേക്കും ഞാനാകെ തളർന്നു പോയി. അങ്ങനെ ശ്രുതിയെ കൊണ്ട് വീട്ടുജോലിയൊക്കെ ചെയ്യിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് റിസോർട്ടാണ്. റിസോർട്ടിൽ ഇവർ മദ്യം അടിച്ച് കൂത്താടുന്നുണ്ട് കേട്ടോ. ഹെടാ, നമ്മൾ എൻജോയ് ചെയ്യാനാ വന്നത്, പക്ഷെ അവൻ നമ്മളെ തല്ലി. അവൻ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നമ്മൾ നാണം കെടുത്തി. അതേടാ, നമ്മൾ ആരാണെന്ന് അവൻ അറിയത്തില്ല. എൻ്റെ ദേഹത്ത് കൈവച്ചവനെ ഞാൻ വെച്ചേക്കില്ല. മിനിസ്റ്ററുടെ മകനാ ഞാൻ. എനിക്കൊരു സെക്കൻഡ് പോലും വേണ്ട അവന് തീർക്കാൻ. കൊന്നുകളയും ഞാൻ അവനെ. പിന്നെന്തിനാടാ നോക്കിയിരിക്കുന്നത്? നമ്മുടെ മാനത്തിന് വില പറയാൻ അവരാരാടാ? കൊല്ലണം എനിക്കവനെ കൊല്ലാടാ. നമുക്ക് എല്ലാവർക്കും കൂടി ചേർന്ന് കൊല്ലടാ. ഇത് പറയുന്നത് വേറെ ആരും അല്ല കേട്ടോ. അവനെ നേരത്തെ സപ്പോർട്ട് ചെയ്യാതെ സംസാരിച്ചില്ലേ, രേവതിയും സച്ചിൻ്റെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവൻ തന്നെയാണ് കേട്ടോ മദ്യപിച്ചപ്പോൾ ഇവനെ കൂട്ടിപ്പിടിക്കുന്നത്. എടാ വേണ്ടടാ, ഇപ്പം പോയാൽ അവന് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റും, പറ്റുന്നത് ചെയ്യണം. അപ്പം പിന്നെ അവനെ എന്താ നമ്മൾ ചെയ്യുക? കൊക്കയെന്ന് തള്ളി താഴത്ത് കിട്ടാലോ. ഇവിടെ എവിടറാ കൊക്ക? മിണ്ടായിരിക്കടാ, അബദ്ധം പറയാതെ. രോഹിതേ, നമുക്ക് അവനെ ഒന്ന് കാണാൻ ചെന്നാലോടാ. പിന്നെന്താ, കണ്ടിട്ട് അവന് രണ്ടര കൊടുത്തിട്ട് വരാം, വാടാ. ഇതും പറഞ്ഞുകൊണ്ട് അവന്മാരെല്ലാവരും കൂടി സച്ചിയുടെ അടുത്തോട്ട് ചില്ലാനേ. ഓക്കെ, ഇനി സച്ചിയുടെ മുറിയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, സച്ചേട്ടാ ഇവിടെ എന്തൊരു തണുപ്പാ, അതിന് പകരം ഇവരെന്തിനാ ഇങ്ങനെ AC വെക്കുന്നത്? AC പോലെ തന്നെ ഇവിടെ ചുറ്റിലും തണുപ്പല്ലേ? എൻ്റെ രേവതി, എല്ലാ സീസണിലും ഇതുപോലെ തണുപ്പുണ്ടായിക്കൊള്ളണമെന്നുണ്ടോ? സമ്മർ സീസണിൽ വരുവാണെന്നുണ്ടെങ്കിൽ നല്ല ചൂടായിരിക്കില്ലേ? അപ്പോൾ അവർക്ക് AC വേണ്ടി വരില്ലേ? അത് ശരിയാ. അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് രേവതിയുടെ ഫോൺ റിങ് ചെയ്യുന്നത്. സച്ചേട്ടാ ഒരു മിനിറ്റേ. അമ്മ വീഡിയോ കോൾ ചെയ്യുക, എന്നാൽ പെട്ടെന്ന് എടുക്കുക. അങ്ങനെ ഫോൺ എടുക്കുമ്പോൾ തന്നെ ദേവു ആണ് കേട്ടോ കാണുന്നത്. ദേവുവിനെയും ശരത്തിനെയും കാണുന്നുണ്ട്. ശരത്തേ, ദേവു ചേച്ചി, അവിടെ എങ്ങനെയുണ്ട് ക്ലൈമറ്റ്? തണുപ്പുണ്ടോ? പിന്നെ തണുപ്പില്ലാതെ എന്തൊരു തണുപ്പാന്നറിയോ? അതിന് പുറമെ AC ഇട്ടേക്കുവാ. എന്തായാലും നല്ല തണുപ്പുണ്ടാവും അവിടെ. അപ്പം ശരത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ, ചേച്ചി സച്ചേട്ടൻ എവിടെ? നിങ്ങൾ പുറത്തൊന്നും പോയില്ലേ? പുറത്ത് പോകാൻ ഇറങ്ങുന്നതേ ഉള്ളൂ. സച്ചേട്ടൻ ഇതാ ഇവിടെ ഉണ്ട്. സച്ചേട്ടാ ദേ ശരത്തും ദേവും. ശരത്തേ, ദേവു, നിങ്ങൾ എൻജോയ് ചെയ്യ്. എടാ, നിങ്ങളെയും കൂടി കൂട്ടണമെന്നുണ്ടായിരുന്നു. അയ്യോ, നിങ്ങളുടെ ഇടയിലേക്ക് കട്ടുറുമ്പായി ഞങ്ങളെ കൊണ്ടുവരണ്ടേ? നിങ്ങൾ എൻജോയ് ചെയ്യ്. അല്ല അമ്മയോ? അമ്മേത് എല്ലാം കണ്ടോണ്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്. അമ്മേ, മോളെ രേവതി, അവിടെ എങ്ങനെയുണ്ട്? ഇവിടെ നന്നായിരിക്കുന്ന അമ്മേ. നല്ല തണുപ്പാ, നല്ല അന്തരീക്ഷം, കാണാനൊക്കെ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. ദേ അമ്മേ, ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട്. ഇവിടുന്ന് താഴോട്ട് നോക്കിയാൽ നല്ല വ്യൂ ആണോ? അമ്മ കണ്ടിട്ടില്ലല്ലോ, ഞാൻ കാണിച്ചു തരാം. സച്ചേട്ടാ ഒരു മിനിറ്റ്, ഞാൻ ആ ബാൽക്കണിയിലോട്ടാ. ശരി ശരി. അങ്ങനെ ഇതും പറഞ്ഞുകൊണ്ട് രേവതി അവിടെയൊക്കെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ബാൽക്കണിയിലോട്ട് ഇറങ്ങാൻ കേട്ടോ. എന്നിട്ട് ഫോണിൽ അവിടെയൊക്കെ കാണിച്ചു കൊടുക്കാണ്. പിന്നെ സച്ചിയെ കാണിക്കുന്നുണ്ട്. സച്ചിയാണെങ്കിൽ തൊട്ടപ്പുറത്തിരിക്കുന്ന ഫ്ലാസ്കും അതുപോലെ ചായ ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ പെട്ടെന്ന് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. രേവതിക്ക് തലവേദനിക്കുന്നുണ്ടെന്നല്ലേ പറഞ്ഞത്, ഒരു ചായ ഇട്ട് കൊടുക്കാം. ഇതും പറഞ്ഞുകൊണ്ട് സച്ചിയാണെങ്കിൽ ചായ ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതായത് ആ ടീ ബാഗ് ഉണ്ടല്ലോ, അതുകൊണ്ട് പിന്നെ കുറച്ച് ഷുഗറും ഒക്കെ ഇട്ടുകൊണ്ട് സച്ചയാണെങ്കിൽ ചായ ഇട്ടുകൊണ്ടിരിക്കാൻ കേട്ടോ. അപ്പോഴാണ് ആ പയ്യന്മാർ ഡോറ് തുറന്നിട്ട് അകത്തോട്ട് കയറി വരുന്നത്. രേവതി ആണെങ്കിൽ ബാൽക്കണിയിൽ നിന്ന് വീട്ടിലോട് സംസാരിച്ചുകൊണ്ടിരിക്കണ്ടേ, സച്ചയാണെങ്കിൽ തിരിഞ്ഞ് നിന്ന് ചായ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അതിലൊരുത്തൻ്റെ കയ്യിൽ വലിയൊരു തടിക്കഷ്ണം ഉണ്ട് കേട്ടോ, മരത്തിൻ്റെ. മദ്യത്തിൻ്റെ ലഹരിയിലാണ് അവർ നിൽക്കുന്നത്. സച്ചയാണെങ്കിൽ മൂളിപ്പാട്ടൊക്കെ പാടുന്നുണ്ട്. രേവതി, നിനക്കൊരൽപ്പമല്ല, കുറച്ചധികം ഷുഗർ ആവാം, എൻ്റെതും കൂടി നീ എടുത്തോ. ഇതും പറഞ്ഞുകൊണ്ട് ഷുഗർ 2 പാക്കറ്റും ഒരു കപ്പിൽക്ക് തന്നെ പൊട്ടിച്ചൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. അവൻ്റെ ഒരു പഞ്ചാരടി. എടാ കൊടുക്കല്ലേ ഇവൻ ഒരെണ്ണം, കൊടുക്കടാ, നോക്കി നിൽക്കാതെ കൊടുക്ക്.
പെട്ടെന്ന് തന്നെ എന്തോ തട്ടി വീഴുന്ന ശബ്ദം കേട്ടിട്ട് സച്ചി പിന്നിലോട്ട് നോക്കാൻ നിൽക്കുന്ന സമയം തന്നെ ഇവന്റെ അടി കഴിയുന്നുണ്ട് കേട്ടോ. ആ അടി കിട്ടിയ തരിപ്പ് തന്നെ സച്ചി ആകെ സ്തംഭിച്ച് നിന്ന് പോകുന്നുണ്ട് കേട്ടോ. എന്നിട്ട് സച്ചി കൈകൊണ്ട് തലയിൽ ഇങ്ങനെ പൊത്തി പിടിക്കുന്നുണ്ട്. ആ സമയത്ത് രക്തം താഴോട്ട് ഉറ്റി ഉറ്റി വീഴാണ്. ആ എടാ കയ്യിൽ നിന്ന് പോയെന്നാ തോന്നുന്നത്. അയാളുടെ തലയിൽ നിന്ന് ബ്ലഡ് വരുന്നു. എടാ ഒന്ന് നോക്കണ്ട, പോവാ, വാ വാ വാ. ഇതും പറഞ്ഞുകൊണ്ട് അവനെയും വിളിച്ചിട്ട് അവിടുന്ന് പെട്ടെന്ന് തന്നെ പോവാണ് കേട്ടോ അവര്. സച്ചിയാണെങ്കിൽ തലക്കടി കിട്ടിയതുകൊണ്ട് തന്നെ ബോധം നഷ്ടപ്പെട്ട് തറയിൽ വീഴുന്നുണ്ട്. അപ്പം രേവതിയെ കാണിക്കുന്നുണ്ട്. രേവതി അമ്മയോട് പറയുന്നുണ്ട്, എന്നാ ശരിയമ്മേ, ഞാൻ പിന്നെ വിളിക്കാം. ശരി മോളെ. അങ്ങനെ ഫോൺ കട്ട് ചെയ്തിട്ട് രേവതി നേരെ മുറിയിലോട്ട് കയറാൻ കേട്ടോ. സച്ചേട്ടൻ ഇപ്പം ഇവിടെ ഉണ്ടായിരുന്നല്ലോ, എവിടെ പോയി? സച്ചേട്ടാ, സച്ചേട്ടാ, എന്നെ കൂട്ടാതെ പുറത്തോട്ടൊന്നും പോരുതെന്ന് ഞാൻ പറഞ്ഞതാ. ഇതും പറഞ്ഞുകൊണ്ട് രേവതി ആണെങ്കിൽ ഡോറ് തുറക്കാൻ പോകുന്ന സമയത്താണ് കേട്ടോ രക്തത്തിൻ്റെ തുള്ളി താഴെ കാണുന്നത്. അപ്പം തന്നെ രേവതി തൊട്ടിപ്പുറത്തോട്ട് നോക്കുമ്പോൾ സച്ചി തറയിൽ വീണെടുക്കുന്നത് കാണുന്നുണ്ട്. സച്ചിയുടെ തലയിൽ നിന്ന് ചോരത്തുള്ളികൾ ഒലിക്കുന്നത് കാണുന്നുണ്ട്. സച്ചേട്ടാ, സച്ചേട്ടാ, അയ്യോ സച്ചേട്ടാ, സച്ചേട്ടാ എഴുന്നേക്ക്, സച്ചേട്ടൻ എന്താ പറ്റിയത്? സച്ചയാണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. പാതി മയക്കത്തിൽ ഇങ്ങനെ കണ്ണ് തുറന്ന് കിടക്കുന്ന പോലെ കിടക്കുന്നുണ്ട്. രക്തമൊക്കെ വരുന്ന കണ്ടിട്ട് ആകെ പേടിയാണ് രേവതിക്ക്. രേവതി പെട്ടെന്ന് തന്നെ ഡോറ് തുറന്നിട്ട് പുറത്തോട്ട് ഓടുന്നുണ്ട്. അവിടെ കണ്ട സ്റ്റാഫിനോട് കാര്യം പറയുന്നുണ്ട് കേട്ടോ. അയ്യോ എപ്പോ ഇതൊക്കെ പറഞ്ഞ് സ്റ്റാഫാണെങ്കിൽ രേവതിയുടെ കൂടെ ഓടി വരാണ്. അങ്ങനെ 1-2 സ്റ്റാഫുകൾ കൂടി ചേർന്നിട്ട് സച്ചി എടുക്കുന്നുണ്ട്. സച്ചി എടുത്തിട്ട് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോവാണ്. രേവതി ആണെങ്കിൽ മുറയിട്ട് കരയുന്നുണ്ട് കേട്ടോ. ചേച്ചി, ചേച്ചി വിഷമിക്കാതിരിക്കുക, ചേട്ടൻ ഒന്നും പറ്റില്ല എന്ന് കൂടിയുള്ളൊരു സ്റ്റാഫ് പറയുന്നുണ്ട്. അങ്ങനെ അവരെല്ലാവരും കൂടി തൊട്ടടുത്ത ഒരു ഹോസ്പിറ്റൽ എത്തുന്നുണ്ട് കേട്ടോ. ആ ഹോസ്പിറ്റലാണെന്നുണ്ടെങ്കിലോ ചെറിയൊരു ഹോസ്പിറ്റലാണ്. പെട്ടെന്ന് തന്നെ അവിടുത്തെ ഡോക്ടർ പറയുന്നുണ്ട്, ഇവിടെ ഇത് നോക്കാനുള്ള സജ്ജീകരണങ്ങളില്ല, തലയുടെ പൊട്ട് ആഴത്തിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ മറ്റേതെങ്കിലും ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകണമെന്ന്. അങ്ങനെ രേവതി ആണെങ്കിൽ ആകെ ടെൻസ്ഡ് ആവുകയാണ് കേട്ടോ. എന്നിട്ട് സച്ചിയാണെങ്കിൽ അവിടെ നിന്ന് പിന്നെയും ആംബുലൻസ് കയറ്റിയിട്ട് അടുത്ത ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോവുകയാണ്. രേവതി വീട്ടിലോട്ട് വിളിച്ച് കാര്യം പറയാൻ വേണ്ടി നോക്കുന്നുണ്ടെങ്കിലും റേഞ്ച് കണക്റ്റ് ആവുന്നില്ല കേട്ടോ. അതുകൊണ്ടൊക്കെ തന്നെ വീട്ടിലോട്ട് വിളിച്ച് കാര്യം പറയാനും പറ്റുന്നില്ല. ഓക്കെ, അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് രേവതിയും സച്ചി എല്ലാവരും കൂടി വേറൊരു ഹോസ്പിറ്റലിലോട്ട് എത്തുന്നതാണ്. ബ്ലഡ് പോവാതിരിക്കാൻ വേണ്ടി തൽക്കാലം അവരൊന്ന് കെട്ടിവെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ മറ്റൊരു ഹോസ്പിറ്റലിൽ എത്താണ്. പെട്ടെന്ന് തന്നെ ICUലേക്ക് കയറ്റുന്നുണ്ട്. രേവതി ആകെ വിഷമിച്ചുകൊണ്ട് അവിടെ ഇരിക്കാൻ കേട്ടോ. അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന സ്റ്റാഫ് രേവതിയുടെ അടുത്ത് സമാധാനിപ്പിക്കാൻ വേണ്ടി വന്നിരിക്കുന്നുണ്ട്. ചേച്ചി, എന്താ സാറിന് പറ്റിയത്? സാറിൻ്റെ തല എവിടെയെങ്കിലും ഇടിച്ചതാണോ? എനിക്കൊന്നും അറിയില്ല. എനിക്ക് കണ്ടിട്ട് ആരും മനഃപൂർവ്വം കൊല്ലാൻ നോക്കിയതാണെന്നാണ് തോന്നുന്നത്. ചേച്ചി, അങ്ങനെ കൊല്ലാൻ മാത്രം ശത്രുതയുള്ളത് ആർക്കാ? ആരാ അങ്ങനെ അവിടെ നമ്മുടെ റിസോർട്ടിലുള്ളത്? എനിക്കൊന്നും അറിയില്ല. എന്താ സംഭവിച്ചതൊന്നും അറിയില്ല. ബാൽക്കണിക്ക് എൻ്റെ വീട്ടുകാർ വിളിച്ചപ്പോൾ അവിടുത്തെ വ്യൂ കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഇറങ്ങിയതാ ഞാൻ. തിരിച്ചു വരുമ്പോൾ സച്ചേട്ടൻ്റെ തലയിൽ ചോര വാർന്ന് കിടക്കുന്നതാണ് കാണുന്നത്. ഒന്നും അറിയില്ല എനിക്ക്. നിങ്ങളുടെ CCTV ഫുട്ടേജൊക്കെ പരിശോധിച്ചാൽ ആരാ അതിനകത്ത് കയറിയെന്ന് അറിയാൻ പറ്റില്ലേ? അതറിയാൻ പറ്റും. ഞാൻ അങ്ങോട്ട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അവരെന്താ വേണ്ടതെന്ന് വെച്ചാൽ നടപടി എടുക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. ശരി, ചേച്ചി വിഷമിക്കണ്ട. ഡോക്ടർ പറഞ്ഞത് ആ ചേട്ടന് അത്ര വലിയ കുഴപ്പമൊന്നും ഇല്ലെന്നല്ലേ. ആഴത്തിൽ മുറിവുണ്ട്, അത് സ്റ്റിച്ച് ചെയ്യേണ്ടി വരും, വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അങ്ങനെ രേവതി ആകെ വിഷമിച്ചിരിക്കുന്നത് കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് ആകെ ദേഷ്യപ്പെട്ടുകൊണ്ട് ഈ പയ്യന്മാരുടെ റൂമിലോട്ട് അവിടുത്തെ മെയിൻ മാനേജർ വരുന്നതാണ് കേട്ടോ. അതായത് ആ ഹോട്ടലിൻ്റെ ഇവന്മാരുള്ള റൂമിൻ്റെ കോളിംഗ് ബെൽ അടിക്കുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ ഒരുത്തം വന്ന് തുറക്കുന്നുണ്ട്. അങ്ങനെ മാനേജർ ദേഷ്യപ്പെട്ടുകൊണ്ട് അകത്ത് കയറാണ്. എല്ലാവരും നല്ല സെറ്റപ്പിലാണല്ലോ. എന്തൊക്കെ വാരി വലിച്ച് കയറ്റിയിട്ടാ ആ പയ്യനെ തലക്കടിച്ചത് നിങ്ങൾ? അത് പിന്നെ സാറേ, ഒന്നും മിണ്ടരുത്. നിങ്ങൾ എന്താ ചെയ്തു വെച്ചേക്കുന്നതെന്ന് അറിയോ? ആ പയ്യനെ തലക്കടിച്ചിട്ട് ഇവിടെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അവിടുന്ന് മടക്കി. എന്നിട്ട് മറ്റൊരു ഹോസ്പിറ്റലിൽ ഇപ്പോൾ അവരെത്തിയിരിക്കുന്നത്, ഇവിടുന്ന് സിറ്റിയിലുള്ള ഹോസ്പിറ്റലിൽ. കാര്യമായി എന്തോ ഭാരമുള്ളത് വെച്ച് തലക്കടിച്ചെന്ന് ആ ഡോക്ടർ പറഞ്ഞത്. തറയെ വീണ് തല പൊട്ടിയതാണെന്ന് എങ്ങനെയെങ്കിലും പറഞ്ഞു ഒതുക്കാന്ന് കരുതിയതാ. പക്ഷെ കാര്യങ്ങളുടെ കിടപ്പ് അങ്ങനെയൊന്നുമില്ല. നിങ്ങളൊക്കെ എന്ത് കരുതി? നിങ്ങളൊക്കെ വലിയ ആളുകളുടെ മക്കളാണെന്ന് കരുതിയിട്ട് നിങ്ങളെ ഞങ്ങൾക്ക് ഈ കേസിൽ നിന്ന് നിസ്സാരമായിട്ട് ഒഴിവാക്കാൻ പറ്റുമെന്നോ? അങ്ങനെ ഞങ്ങളെ കൊണ്ട് പറ്റത്തില്ല. എങ്ങനെയെങ്കിലും കേസ് ഒതുക്കാന്ന് കരുതിയപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ആ പെണ്ണുണ്ടല്ലോ, അവൾ നിങ്ങൾക്കെതിരെ കേസ് കൊടുത്തേക്കുക, നിങ്ങളെ സംശയം ഉണ്ടെന്ന് പറഞ്ഞിട്ട്. ഇപ്പം തന്നെ പോലീസ് ഇങ്ങോട്ട് വരും. എത്രയും പെട്ടെന്ന് എങ്ങോട്ടാന്ന് വെച്ചാൽ രക്ഷപ്പെട്ടോ. ഹോട്ടലിലോട്ട് പോലീസായിട്ട് ഇൻഫോർമേഷൻ കിട്ടുന്നതിന് മുമ്പ് തന്നെ എങ്ങോട്ടാന്ന് വെച്ചാൽ രക്ഷപ്പെടാൻ നോക്ക്. ഇതും പറഞ്ഞുകൊണ്ട് ആ മാനേജർ ദേഷ്യം പിടിച്ച് പുറത്തോട്ട് ഇറങ്ങി പോകുന്നുണ്ട്. ദാ, നീയല്ലടാ എല്ലാത്തിനും കാരണം. നിന്നോട് അപ്പോഴേ ഞാൻ വേണ്ടെന്ന് പറഞ്ഞതാ. എടാ, ഞാൻ ഇതൊക്കെ ചെയ്യാൻ പോകുമ്പോൾ നീയും കൂടി എന്നെ സപ്പോർട്ട് ചെയ്തില്ലേ? അതാ മദ്യത്തിൻ്റെ ലഹരിയിൽ എന്തൊക്കെയോ ചെയ്തതാ. ഇതൊക്കെ ഇപ്പം ഇങ്ങനെയായി തീരുന്നു ഞാൻ ഓർത്തില്ലല്ലോ. നിന്റെ എടുത്തുചാട്ടോ എല്ലാത്തിനും കാരണം. നീ ഒറ്റ ഒരുത്തനാ.
ആ സ്ത്രീയെ ചേർത്തിട്ട് എന്തൊക്കെയോ മോശമായിട്ട് അയാളോട് സംസാരിച്ചത്. അതുകൊണ്ടല്ലേ ഇപ്പം ഇത്രയൊക്കെ പ്രശ്നം ഉണ്ടായത്. മര്യാദയ്ക്ക് ലൈഫ് എൻജോയ് ചെയ്ത് വരെയായിരുന്നു. ഇനി അടുത്ത പോലീസായിട്ടും വഴക്കും കേസും. ഡാഡി എന്നോട് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ തന്നെ എന്താ പറഞ്ഞെന്നറിയോ? ഇതുവരെയുള്ള പോലീസ് കേസൊക്കെ ക്ഷമിക്കും, ഇനി അങ്ങോട്ട് വല്ലതും ഉണ്ടായിക്കഴിഞ്ഞാൽ എന്നെ എൻ്റെ ചേച്ചിയുടെ അടുത്തോട്ട് പറഞ്ഞു വിടുന്നു. അങ്ങനെയാകുമ്പോൾ പിന്നെ എനിക്ക് ജീവിക്കാൻ പോലും പറ്റില്ല. അവിടെ പോയി കഴിഞ്ഞാലേ മൊത്തത്തിലൊരു ശൂന്യതയാ. എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കണം. എനിക്കൊന്നും പറ്റത്തില്ല. എടാ എന്തെങ്കിലും ഒരു വഴി കാണ്. നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഇറങ്ങിയേ പറ്റൂ. എടാ നമുക്ക് പിന്നാമ്പുറത്തു കൂടെ രക്ഷപ്പെട്ടാലോ? എന്തെങ്കിലും ചെയ്യണം. ചെയ്യാതെ ഒരു വഴിയില്ല. പോലീസ് ഇപ്പം ഇങ്ങോട്ട് എത്തും. അങ്ങനെ അവന്മാരെല്ലാം കൂടി കിട്ടിയതും പെറുക്കിയിട്ട് അവിടെ നിന്ന് പോകാൻ വേണ്ടി നോക്കാൻ കേട്ടോ. പിന്നാമ്പുറം വഴി രക്ഷപ്പെടാൻ വേണ്ടി നോക്കാണ്. മാനേജർ ആണെങ്കിൽ അവർക്ക് വേണ്ട സഹായമൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബാക്കി എപ്പിസോഡ് കിട്ടട്ടെ നിങ്ങൾക്ക്. ഇതിൻ്റെ ബാക്കി എപ്പിസോഡ് കിട്ടാൻ വേണ്ടി നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് കമൻറ്റ് ചെയ്താൽ അടുത്ത എപ്പിസോഡ് ഉടനടി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ഗൈസ്.